വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് പോയവരടുത്തൊരു കുട്ടി വ്ളോഗാണ്. ഇതാദ്യം എനിക്ക് അറിയില്ലായിരുന്നു സ്ഥലം, പിന്നെ നമ്മൾ ഗൂഗിളിൽ നോക്കി പോയതാണ്. തളിപ്പറമ്പ് ഭാഗത്ത് താമസിക്കുന്നവർക്കെല്ലാം അറിയായിരിക്കും, അവരിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടാവുമായിരിക്കും. നമുക്ക് വീഡിയോ കാണാം. വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ കുറേ നാളായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. സൺഡേ നമ്മളിവിടെ പോയിരുന്നു. ഏതായാലും പോയാലും വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഈ കോട്ടക്കുന്ന് എന്നെപ്പോലത്തെ കണ്ണൂർ ടൗണിൽ താമസിക്കുന്നവർക്കൊന്നും അധികം അങ്ങനെ അറിയില്ലായിരിക്കും. പിന്നെ അതുകൊണ്ട് അവർക്കും ഒന്ന് ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയെന്ന്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ താഴെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അഥവാ ഗൂഗിൾ മാപ്സിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തളിപ്പറമ്പ് ജംഗ്ഷനിൽ പോയിട്ട് അവിടെ കോട്ടക്കുന്ന് വ്യൂ പോയിൻ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. പിന്നെ അവിടെ എല്ലാം കോട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിന്, അത് നോക്കിയാൽ നിങ്ങൾക്ക് വേഗം വഴി മനസ്സിലാകും. ഇത് തളിപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വഴി ചോദിച്ച് പോവുക. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഇവിടെ ഞാൻ 3:30 വിട്ടിട്ടൊരു 4 മണി 4:15 എത്തിന്. അന്നേരം ആരും ഉണ്ടായിട്ടില്ല. നമ്മുടെ വ്യൂ പോയിൻ്റ് ഇതാ. നല്ല രസമായിരുന്നു ഇത് നേരിട്ട് കാണാൻ. ഫോണിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് ആ കാറ്റും ഇതും ഫുൾ എന്തോ ഒരു വൈബ്സ് തരുന്നുണ്ട്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. ആ വലിയ ഗ്രൗണ്ടിൽ ഒരു സൈഡ് ഫുൾ വ്യൂ, പിന്നെ മറ്റേ സൈഡ് കുട്ടികൾക്ക് കളിക്കാനെല്ലാം പറ്റിയ ഒരു കളിക്കുന്ന സാധനവും ടറഫും പിന്നെ കുറച്ച് ഷോപ്സ് എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലും ഗൂഗിളിലെല്ലാം ഒന്ന് സെർച്ച് ചെയ്തിരുന്നു ഇവിടുത്തെ കാര്യങ്ങളും എന്തെല്ലാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വീഡിയോസിലെല്ലാം എനിക്കത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല, ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അത്രേ കാണാനുണ്ടാവും, ഒരു വലിയതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എത്തിയതാണെന്ന് മനസ്സിലായ എന്തോ ഒരു ഭംഗിയുണ്ട് ഇവിടെ, എന്തോ ഒരു അത് നിങ്ങൾക്ക് ഇവിടെ വന്നാലേ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് സൺഡേ എല്ലാം ഫ്രീ ആവുന്നെങ്കിൽ ഇവിടത്തേക്ക് വാ, ജസ്റ്റ് ഒന്ന് സ്ഥലം കണ്ടു നോക്കൂ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകുക. അവിടെ ഒരു ഇറങ്ങേണ്ട പോലത്തെ വെച്ചിന്, ഒരു വഴി പോലെ ആക്കി വെച്ചിന്. നമ്മളങ്ങനെ താഴോട്ടെല്ലാം ഇറങ്ങി ഒന്ന് ജസ്റ്റ് നോക്കി വന്ന് വീണ്ടും മേലെ തന്നെ കയറി. പിന്നെ അവിടെ ഷോപ്സും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു തട്ട് കടയും പിന്നെ ഒരു സാധാരണ നോർമൽ ഷോപ്പും ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങി. കുൽഫി പാലീസും വാങ്ങി. പിന്നെ നമ്മൾ ചൂടോടെ 2 മുളക് ബജിയും പരിപ്പ് വട എല്ലാം വാങ്ങിയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചൂടോടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആദ്യം നമ്മൾ ആ സ്ഥലത്ത് പോയാലോ അത്ര ആളൊന്നും ഉണ്ടായിട്ടില്ലേനു. ഒരു 3 മണിയെല്ലാം ആകുമ്പോൾ അങ്ങനെ ആളുണ്ടായിട്ടില്ലേനു. പിന്നെ ഒരു 5 മണിയെല്ലാം ആകുമ്പോഴത്തേക്കാണ് ആൾക്കാരെന്നറിയാൻ തുടങ്ങിയ. ഒന്നാമത് നമ്മൾ പോയത് സൺഡേയിലാണ്. അവിടെ അത്യാവശ്യത്തിന് ആളുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിന്. നമ്മൾ അവിടെ നിന്ന് 3 മണിക്കേ പോയതല്ലേ, കുറേ സമയം അവിടെ നിന്ന് കളിച്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു 6 മണിയെല്ലാം ആകുമ്പോൾ സമയത്ത് എല്ലാവരും ഒപ്പരം അവിടെ നിന്ന് പോക്കിരിക്കുണ്ടാകും. അന്നേരം ഈ വണ്ടികളിൽ എടുക്കാനും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയൊരു തളിപ്പറമ്പ് ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു മുട്ടാപ്പ് മിക്സ് എന്ന് പറഞ്ഞൊരു അടിപൊളി സാധനം ഉണ്ടെന്ന് പറയുന്ന കേട്ടിന്. അതുകൊണ്ട് നമ്മൾ അതും വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ചെറിയ 2 പീസ് ഷവായും വാങ്ങി.
പിന്നെ ഒരു ടീ പൊറോട്ടയും വാങ്ങി. മുട്ടാപ്പം മിക്സ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ചെറിയ വ്ളോഗ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. എനിക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ഫ്രം മുച്ചൂസ്.